ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത്. കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്നിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടിക്കടക്കണമെന്ന് പഠിപ്പിക്കുന്നത്. മൂഢന്മാർ പാതി നിറഞ്ഞ പാത്രം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉള്ളവർ നിറഞ്ഞ തടാകം പോലെ നിശബ്ദരായിരിക്കും. സ്നേഹം കൊണ്ട് ക്രോധത്തെ ജയിക്കുക, പുണ്യം കൊണ്ട് പാപത്തെ ജയിക്കുക, ഔദാര്യം കൊണ്ട് പിശുക്കിനെ ജയിക്കുക, സത്യം കൊണ്ട് അസത്യത്തെ ജയിക്കുക. ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ച് ചെയ്യാതെ വിജയം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ വിജയം നേടൽ പ്രയാസം തന്നെയാണ്. വിജയത്തിന്റെ ശരിക്കുമുള്ള അർത്ഥം മനസ്സിലാക്കാത്തവരാണ് എളുപ്പ വഴിയിലൂടെ വിജയം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക. സ്വന്തം തെറ്റുകളെ നിഷേധിക്കാൻ തിടുക്കം കൂട്ടാതിരിക്കുകയാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് ജീവിതത്തിലെ ചില പാഠങ്ങൾ പഠിക്കാൻ കഴിയും. നടക്കുമ്പോൾ ഒരു കാൽ മുൻപിലും ഒരു കാൽ പിന്നിലുമാകുന്നു. എന്നാൽ മുന്നിലുള്ള കാലിന് അഭിമാനമോ പിന്നിലുള്ള കാലിന് അപമാനമോ ഉണ്ടാകുന്നില്ല. കാരണം കാലുകൾക്കറിയാം നിമിഷങ്ങൾക്കകം മുന്നിലുള്ള കാൽ പിന്നിലും പിന്നിലുള്ള കാൽ മുന്നിലുമായി മാറുമെന്ന്. ഇതുപോലെ തന്നെയാണ് ജീവിതവും. വെറുപ്പ്, അത്യാഗ്രഹം, അറിവില്ലായ്മ എന്നിവയിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം ഉണ്ടാകുന്നു. നമ്മൾ എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഒരിക്കലും മടുത്ത് പിന്മാറരുത്. ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ്. സന്തോഷത്തെ നമുക്ക് വില നൽകി വാങ്ങാനാവില്ല. അത് നാം സ്വയം കണ്ടെത്തേണ്ടതാണ്. കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും. നിങ്ങളോട് മുഖസ്തുതി പറയുന്നവർ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് പറയുന്ന ആളാണ് നിങ്ങളുടെ മിത്രം. ഒരു സ്ത്രീയിൽ പുരുഷന്മാർ ആദ്യം ശ്രദ്ധിക്കുന്നത് അവളുടെ കണ്ണുകളെയാണ്. എന്നാൽ സ്ത്രീകൾ പുരുഷന്മാരിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അവൾ പറയുന്ന വാക്കുകളാണ്. വിജയതീരം കാണും വരെ ജീവിതം കൈവരികളില്ലാത്ത ഒരു തൂക്കുപാലം പോലെയാണെന്ന് ഓർമ്മിക്കുക. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും അന്യരെ സഹായിക്കാൻ തയ്യാറായുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു വിടരുത്. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാതാകില്ല. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെ ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ്. നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ? ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളാണ്. ഭംഗിയുള്ള പൂക്കളിലല്ല, അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളിലല്ല. നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡികളാണ് ചിരിയും കരച്ചിലും. അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുന്നില്ല. അഥവാ കണ്ടുമുട്ടിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം. ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് ഒരു അവസരം ലഭിച്ചില്ലെന്ന് വരാം. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും. സന്തോഷം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിലല്ല, നിങ്ങൾക്കുള്ളതെല്ലാം ആസ്വദിക്കുന്നതിലാണ്.
കൂടുതൽ കേൾക്കുക, കുറച്ച് പറയുക. കാരണം പല പ്രശ്നങ്ങളുടെയും ഉറവിടം അനാവശ്യ സംസാരമാണ്. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ജയിക്കാൻ ചുറുചുറുക്കും വിശ്വാസവും ഉത്സാഹവും വേണം. രണ്ടാം പകുതിയിൽ ജയിക്കാൻ ക്ഷമയും അച്ചടക്കവും അത്യാവശ്യമാണ്. ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല, മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ്. പുരുഷന്റെ മനസ്സ് കീഴടക്കിയ സ്ത്രീയെ അയാൾ എപ്പോഴും ഓർക്കുന്നു. ജീവിതം ഭാവിയിലേക്കുള്ള ഒരുക്കമാണ്. എന്നാൽ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നില്ലാത്ത പോലെ ജീവിക്കുക എന്നതാണ്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. പറഞ്ഞു ചെയ്തതും അറിഞ്ഞു ചെയ്തതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അറിഞ്ഞു ചെയ്തവരെ കിട്ടിയവർ ഭാഗ്യവാന്മാരാണ്. ചെവി കൊണ്ട് കേൾക്കാത്തതും കണ്ണുകൊണ്ട് കാണാത്തതും നാവിനെ അറിയാതിരുന്നാൽ ഒരു പരിധിവരെ സന്തോഷകരമായി ജീവിക്കാം. മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീർത്തും ചെറുതും ദുർബലവുമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ കഠിനമാണെന്നോ മടിപ്പുളവാക്കുന്നതാണെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത്. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്, തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക, എന്നാൽ മനസ്സ് നന്നാകും. മനസ്സു നന്നായാൽ പ്രവൃത്തിയും, അതിലൂടെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. ശക്തമായ മനസ്സുകൾ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നു. ശരാശരി മനസ്സുകൾ സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നു. ദുർബല മനസ്സുകൾ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. വേദന നിങ്ങളെ ശക്തനാക്കുന്നു. കണ്ണുനീർ നിങ്ങളെ ധീരനാക്കുന്നു. നഷ്ടപ്രണയം നിങ്ങളെ ബുദ്ധിമാനാക്കുന്നു. അതിനാൽ മികച്ച ഭാവി തന്നതിന് ഭൂതകാലത്തോട് നന്ദി പറയുക. നിങ്ങളുടെ രഹസ്യങ്ങളും അരക്ഷിതാവസ്ഥകളും ആരുമായും പങ്കുവയ്ക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറും. നിങ്ങൾ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭൂതകാലം ഒരിക്കലും തോൽവിയായി കണക്കാക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. പരാജയം സംഭവിച്ചാൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഉപയോഗപ്പെടുത്താത്ത അവസരങ്ങളാണ് പിൽക്കാലത്ത് പശ്ചാത്താപമായി മാറുന്നത്. പഠനങ്ങൾ പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് 10 മിനിറ്റിലധികം സമയം ആ സ്ത്രീയെ ഓർക്കാതെ തുടരാൻ കഴിയില്ലെന്നാണ്. ഒരാളുടെ വികാരങ്ങൾ തമാശയായി കാണരുത്. അത് അവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. ജീവിതത്തിൽ സന്തോഷിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മതി. എന്നാൽ അത് ഓരോ മനസ്സിന്റെയും സ്വീകാര്യത പോലെയാണ്. ഏതു മോശാവസ്ഥയിലും അത് തരണം ചെയ്യുവാനുള്ള ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകും. മനസ്സു മടുക്കാതെ അവയെ കണ്ടെത്തുക. നിങ്ങളുടെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിൽ സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവരെ അവർക്കിഷ്ടമുള്ളതുപോലെ സംസാരിക്കാൻ വിടുക. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ വിലയുള്ളതാകും വരെ മിണ്ടാതിരിക്കാൻ ശീലിക്കുക. അർത്ഥമില്ലാത്ത വാക്കുകളേക്കാൾ നല്ലത് നിശബ്ദതയാണ്. കുട്ടികൾക്ക് ജ്ഞാനവും വിവേകവും വിനയവും പകർന്നു കൊടുക്കുക. അപ്പോൾ മനുഷ്യരെ ശിക്ഷിക്കേണ്ട ആവശ്യകത ഇല്ലാതാകും. നമ്മളെ മറ്റുള്ളവർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലരാണ് നമ്മളെ വെറുക്കുന്നത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിടുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവുകഴിവുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സത്യം യാത്ര തുടങ്ങുമ്പോഴേക്കും കള്ളം നാട് ചുറ്റി തിരിച്ചു വന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു ചെറിയ കാര്യത്തെ ഒരുപാട് വാക്കുകളിൽ പറയരുത്. എന്നാൽ ഒരു വലിയ കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പഠിക്കണം. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാതെ ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. നിങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം. കൂടുതലായി നേടുന്നവർ കൂടുതലായി ത്യജിക്കേണ്ടി വരും. ഉയരങ്ങൾ കൈവരിക്കുന്നവർ വളരെയധികം ത്യജിക്കണം. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും.
ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ്. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. മനഃശാസ്ത്രം പറയുന്നു, ഒരു സ്ത്രീയുടെ മനസ്സിൽ ഇടം നേടാൻ നിങ്ങൾ സത്യം മാത്രം പറഞ്ഞാൽ മതിയാകും. ജീവിതത്തിൽ തോൽവി അനുഭവിക്കുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്, പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുന്നതെന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക. നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ കണ്ടെത്തരുത്. കാരണം ഒരിക്കൽ അവർ നമ്മെ അവഗണിച്ചാലോ മുഖം തിരിച്ചാലോ നമ്മൾ തകർന്നു പോയേക്കാം. ജീവിതത്തിൽ എപ്പോഴും മറ്റാരുമില്ലെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. ജീവിതത്തിലെ നല്ല പാഠങ്ങൾ പലപ്പോഴും മനസ്സിലാക്കി തരുന്നത് മോശപ്പെട്ട ആളുകളാണ്. എന്നാൽ ആ പാഠം ഉൾക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ വിലയിരുത്തുക. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരുന്നത് എന്താണെന്നറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു പ്രയോജനവുമില്ല. നമുക്ക് വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടിയും അല്പസമയം മാറ്റിവെക്കണം. നമുക്ക് വേണ്ടിയും ജീവിക്കണം. ഉരുകിയാൽ മാത്രം പോരാ, നമ്മിലെ പ്രകാശം ആസ്വദിക്കുകയും വേണം. ഒന്നും ശാശ്വതമല്ല. നന്മ ചെയ്യുന്നതിൽ മനസ്സർപ്പിക്കുക. അത് വീണ്ടും വീണ്ടും ചെയ്യുക. നിങ്ങൾ സന്തോഷത്താൽ നിറയും. ആരെയും ബോധ്യപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊക്കെ നമ്മുടെ ജീവിത വഴിയിലെ താൽക്കാലിക യാത്രക്കാർ മാത്രമാണ്. നിന്നെ വേദനിപ്പിക്കുന്നവരോട് പറ്റിക്കുന്നവരോടും നീ ഒന്നും തിരിച്ചു ചോദിക്കരുത്. കാലം അവർക്കുള്ളത് മാറ്റിവെച്ചിട്ടുണ്ട്. ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല, പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ്. തോൽക്കാൻ ഒരു വിഷമവുമില്ല. ജീവിതമല്ലേ, ജയവും തോൽവിയും സാധാരണം. പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് അറിഞ്ഞപ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് തങ്ങളോട് നിരന്തരം സംസാരിക്കുന്നവരെക്കാൾ തങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരെയാണ് സ്ത്രീകൾ കൂടുതലായി ശ്രദ്ധിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചിലരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നാം അവർക്ക് നമ്മളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. അത് നമ്മുടെ വെറുമൊരു വിശ്വാസം മാത്രമാണ്.